ഒറ്റ ശ്വാസത്തിൽ അങ്ങോട്ട് പറഞ്ഞു തീർക്കാം. ഞാനാണെങ്കിൽ ഈ സെറ്റ് സാരിയും പൊക്കി പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് 1-2 ദിവസമായി. എന്താന്ന് വെച്ചാൽ എനിക്കൊന്ന് ഗുരുവായൂർ ഓണം, അതും സെറ്റ് സാരി എടുത്തിട്ട് വീട്ടുകാരുടെ കൂടെ പോവുകയാണെങ്കിൽ ദാ പോയി ദേ വന്നു എന്നുള്ള സെറ്റപ്പാണ്. വേഗം പോയി തൊഴുതിയിട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ വരുന്ന ഒരു സെറ്റ് ആണെങ്കിൽ കുറച്ച് സമാധാനത്തിൽ പോയി തൊഴുതിയിട്ട് സമാധാനത്തിൽ തിരിച്ചു വരണം. അതിനുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്റെ ഫ്രണ്ട്സിനോട് പോണതായിരുന്നു. എന്താ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ റൂം എടുത്തിരുന്നിട്ട് പിറ്റേ ദിവസം നിർമ്മാല്യം തൊഴാനാണ് പോകാന്ന് വിചാരിച്ചത്. അതിനുള്ള വേറെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ വിവരമില്ലാത്ത 3 കൂടിയിട്ടാണ് പോണത്. അതെന്താന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇല്ലായ്മയുടെ തുടക്കം ഇവിടെ നിന്നിട്ടാണ്. എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ 3 പേരുടെയും വീടിന്റെ ഫ്രണ്ടിൽ നിന്നാൽ തന്നെ ഗുരുവായൂരിലേക്കുള്ള ഡയറക്റ്റ് ബസ് കിട്ടും. എന്നാൽ ഞങ്ങൾ സീറ്റ് മുക്കിയ ബിഗിലെന്ന് പറഞ്ഞിട്ട് KSRTC ബസ് സ്റ്റാൻഡിൽ പോയി കയറാന്ന് വിചാരിച്ചു. ചെന്നപ്പോൾ ഞങ്ങൾ പോണതിന്റെ 1 മിനിറ്റ് മുമ്പായിരുന്നു ബസ് പോയത്. ഇനി 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ബസ്സുള്ളെന്ന് പറഞ്ഞു. തേഞ്ഞു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് തന്നെ പ്രൈവറ്റ് ബസ് കയറി ഞങ്ങളുടെ വീടിന്റെ ഉമ്മറത്ത് കൂടെ തന്നെ യാത്രയായി. സീറ്റാണെങ്കിലും കിട്ടിയതുമില്ല. കുറെ നേരം കഴിഞ്ഞപ്പോൾ ബസ്സിലുള്ള ആൾക്കാരൊക്കെ ഏകദേശം കുറഞ്ഞതിന് ശേഷം ഞങ്ങൾക്കുള്ള സീറ്റ് കിട്ടി. ഞാനാണെങ്കിൽ വിൻഡോ സീറ്റ് എന്ന് പറഞ്ഞിട്ട് വിൻഡോ സീറ്റിൽ പെറ്റിട്ട പോലെ ഇരുന്ന് കാണിക്കണ്ടായിരുന്നു. പോണ വഴി തന്നെ ബസ് ഒന്ന് വിൽക്കാൻ വേണ്ടി വന്ന ചോപ്പും പച്ചയും കടലുകളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തി ഗുരുവായൂർ പോണ വീഡിയോസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.